കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള പോരിൽ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ സർക്കാരും CPIM-ഉം നിയമ സെക്രട്ടറിയുടെ തീരുമാനം അറിയിച്ചാൽ സർക്കാർ നിലപാട് സ്വീകരിക്കും. രാജ്ഭവൻ RSS ശാഖയിലെന്ന് വിമർശിച്ച് CPIM മുഖപത്രത്തിൽ രൂക്ഷ വിമർശനം. ഗവർണർമാർ RSS കാര്യവാഹകന്മാരായി പ്രവർത്തിക്കരുത് എന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഔദ്യോഗിക പരിപാടികളിൽ വിവാദ ഭാരതാംബ ചിത്രം ഒഴിവാക്കുമെന്ന് രാജ്ഭവൻ അറിയിച്ചതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് പുതിയ വിവാദമുണ്ടായത്. സ്കൗട്ട് ആൻഡ് ഗൈഡ് സർട്ടിഫിക്കറ്റ് വിതരണ പരിപാടിയിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി രാജ്ഭവൻ പ്രകോപിപ്പിച്ചുവെന്നാണ് സർക്കാരിന്റെ വാദം. ഇതോടെ ഗവർണർക്കെതിരെ വിട്ടുവീഴ്ച വേണ്ടെന്ന് CPIM-ഉം തീരുമാനിച്ചു. രാജ്ഭവനിലെ ഔദ്യോഗിക ചടങ്ങുകളിൽ നിന്ന് കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ഒഴിവാക്കാൻ നിയമവഴികൾ ആരാഞ്ഞ നിയമ സെക്രട്ടറിയോടും അഡ്വക്കേറ്റ് ജനറലിനോടും നിയമോപദേശം തേടിയിരുന്നു. വിശദമായ നിയമ പിൻബലമുണ്ടെങ്കിൽ സർക്കാർ തുടർ നടപടികളിലേക്ക് കടക്കും. അതേസമയം പരിപാടി ബഹിഷ്കരിച്ചത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനെന്ന് മന്ത്രി V. ശിവൻകുട്ടി ഇന്നും ആവർത്തിച്ചു. മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നുമല്ലല്ലോ. ഗവർണർ ഇരിക്കുന്ന സ്ഥലത്തിന്റെ വില മനസ്സിലാക്കണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനം. ഗവർണർമാരായി കഴിയുമ്പോൾ അവർ RSSന്റെ കാര്യവാഹകരായിട്ട് പ്രവർത്തിച്ചു. അവർ ഗവർണറായിട്ട് പ്രവർത്തിച്ചു. താനിരിക്കുന്ന സ്ഥാനത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വേണം. CPIM മുഖപത്രത്തിലും രൂക്ഷമായ വിമർശനമാണുള്ളത്. രാജേന്ദ്ര അർലേക്കർ മുൻഗാമിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് തെളിയിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഭരണഘടനാ പദവിയെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു. ഇത് ഭരണഘടനാ ലംഘനമാണെന്നും ദേശാഭിമാനിയിലെ ലേഖനത്തിൽ വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം.